സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് ഇയർ ലാംഗ്വേജ് ഇൻ ആക്ഷൻ എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റാണ്. ദാറ്റ് മീൻസ് 5th യൂണിറ്റാണ്. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈലൻസ് ഇൻ ടു ലാംഗ്വേജ് ആൻഡ് ആക്ഷൻ, ഓഡ്രെ ലോട്ട്. അപ്പോൾ അവരുടെ വിത്തൗട്ട് എനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ ദാറ്റ് വി ആർ ഡിസ്കസിങ് റൈറ്റ് നൗ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. ഇതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ കോണ്ടൻറ്റിൻ്റെ ഓതർ ആയിട്ടുള്ളത്. ഓക്കെ, ഓഡ്രെ ലോട്ട് ആരാണെന്ന് ജസ്റ്റ് ചെറിയൊരു നോഹ ഉണ്ടാക്കി വെക്കാം. ഐഡൻറ്റിറ്റി ആൻഡ് പർപ്പസ്. സെൽഫ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്ലാക്ക്, ലെസ്ബിയൻ, മദർ, വാരിയർ, പോയറ്റ്. സ്വയം അവരെ വിശ്വസിപ്പിക്കുന്നത്, അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, dedicated her life and work to fighting racism, sexism, classism and homophobia. ഇത്തരം കാര്യങ്ങളൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. റേസിസം, സെക്സിസം, ക്ലാസിസം ആൻഡ് ഹോമോഫോബിയ, ഇതിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം അവർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ആദ്യ കാലഘട്ടം എങ്ങനെയായിരുന്നു? ബോൺ ഇൻ ന്യൂയോർക്ക് സിറ്റി ടു വെസ്റ്റ് ഇന്ത്യൻ ഇമിഗ്രൻറ്റ് പാരൻസ്. വെസ്റ്റ് ഇന്ത്യൻ ഇമിഗ്രൻറ്റ് പാരൻസിൻ്റെ കുടിയേറി വന്നിട്ടുള്ള വെസ്റ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ആളുകളുടെ മകളായിട്ടാണ് ന്യൂയോർക്കിൽ അവർ ജനിക്കുന്നത്. അറ്റൻഡഡ് കാത്തലിക് സ്കൂൾസ് ആൻഡ് ഹണ്ടർ ഹൈസ്കൂൾ. ഈ രണ്ട് സ്കൂളുകളാണ് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്. പബ്ലിഷ്ഡ് ഹെർ ഫസ്റ്റ് പോയം ഇൻ 17 മാഗസിൻ വൈൽ സ്റ്റിൽ സ്റ്റുഡൻറ്റ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, അതായത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ 17 മാഗസിനിൽ ആദ്യത്തെ പോയം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആക്ടിവിസം മൂവ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. സെൻട്രൽ ഫിഗർ ഇൻ സെക്കൻഡ് വേവ് ഫെമിനിസം. സെക്കൻഡ് വേവ് ഫെമിനിസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഫസ്റ്റ് വേവ് ഫെമിനിസം, അങ്ങനെ 4 വേവ് ഉണ്ട് ഇപ്പോൾ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഇഫ് യു ഗൈസ് ഗോൺ ഐ വിൽ ഡിസ്കസ് അഗെയിൻ ദിസ് കമൻറ്റ്. അപ്പോൾ സെക്കൻഡ് വേവ് ഫെമിനിസം, സിവിൽ റൈറ്റ്സ്, ബ്ലാക്ക് കൾച്ചറൽ മൂവ്മെൻറ്റ്, LGBT ഈക്വാലിറ്റി, ഇത്തരം മൂവ്മെൻറ്റുകളിലൊക്കെ സെൻട്രൽ ഫിഗർ ആയിട്ടാണ് അവരുള്ളത്. ആൻഡ് ഒപ്പോസ് സൊസൈറ്റീസ് ടെൻഡൻസി ടു കാറ്റഗറൈസ് ആൻഡ് മാർജിനലൈസ് ഗ്രൂപ്പ്സ്. അപ്പോൾ സമൂഹത്തിൻ്റെ ജനങ്ങളെ കാറ്റഗറൈസ് ചെയ്യാനുള്ള ടെൻഡൻസിയെ തന്നെ എതിർത്ത് രംഗത്ത് വന്നിട്ടുള്ള ആളാണ്. ഉദാഹരണം ലെസ്ബിയൻ, ബ്ലാക്ക് വുമൺ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെ എതിർത്ത്, കാരണം അവരെല്ലാം നോർമലി നമ്മുടെ സമൂഹത്തിലുള്ളവരാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ആക്ട്സ് ആണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അവരുടെ വർക്കിലെ തീമുകൾ നോക്കാം. അഡ്വക്കേറ്റ് ഫോർ സോഷ്യൽ ആൻഡ് റേഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ആൻഡ് റേഷ്യൽ ജസ്റ്റിസിന് വേണ്ടി വാദിച്ചിരുന്ന ആളാണ്. എക്സ്പ്ലോർഡ് ക്വിയർ ഐഡൻറ്റിറ്റി ആൻഡ് സെക്ഷുവാലിറ്റി, എംഫസൈസ്ഡ് വോയിസ്, ലാംഗ്വേജ് ആൻഡ് റെസിസ്റ്റൻസ്. മേജർ വർക്കുകൾ ഇവിടെ ഉണ്ട്, യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. പിന്നീട് അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ രചനകൾ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസ് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രസ്സിൻ്റെ പേരാണ് കിച്ചൺ ടേബിൾ വിമൻ ഓഫ് കളർ പ്ലസ്. ചെറി മൊറാഗ ആൻഡ് ബാർബറ സ്മിത്ത് ഇവരുടെ കൂടെയാണ് അത് കോഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ എയിം ഓഫ് ദ പ്രസ് ടു പ്രൊമോട്ട് റൈറ്റിംഗ്സ് ഓഫ് ബ്ലാക്ക് ഫെമിനിസ്റ്റ് ആൻഡ് വിമൻ കളർ. സെൻട്രൽ മെസ്സേജ് നോക്കൂ. സൈലൻസ് വിൽ നോട്ട് പ്രൊട്ടക്റ്റ് യു. എന്താണ് സൈലൻസ് വിൽ നോട്ട് പ്രൊട്ടക്റ്റ് യു? നിശബ്ദമായിരുന്നതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കപ്പെടുകയില്ല. സോ ഇഫ് യു വാണ്ട് ബി പ്രൊട്ടക്റ്റഡ് യു ഹാവ് ടു ആക്ട്, യു ഹാവ് ടു റേസ് യുവർ വോയിസ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ചാപ്റ്റർ ഇറ്റ്സെൽഫ്. ഓഡ്രെ ലോട്ട്, ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈലൻസ് ഇൻ ടു ലാംഗ്വേജ് ആൻഡ് ആക്ഷൻ. കോണ്ടക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. റിട്ടൺ ആഫ്റ്റർ ലോട്ട്സ് പേഴ്സണൽ ഹെൽത്ത് ക്രൈസിസ് ഷീ വാസ് ടോൾഡ് ഷീ മൈറ്റ് ഹാവ് ബ്രസ്റ്റ് ക്യാൻസർ. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴാണെന്ത് അവർ അതിനുശേഷമാണ് ഈ എഴുത്ത് വന്നിട്ടുള്ളത്. ഫേസിങ് പോസിബിൾ ഡെത്ത് മെയ്ഡ് ഹെർ റീതിങ്ക് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത്, എന്താണ് യഥാർത്ഥത്തിൽ കാര്യമായിട്ടുള്ളത് എന്ന് അവളെ കൊണ്ട് റീതിങ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യമാണെന്ത്? മരണത്തെ മുന്നിൽ കണ്ടത് എന്നുള്ളതാണ്. ഷീ റിയലൈസ് ദാറ്റ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് മസ്റ്റ് ബി സ്പോക്കൺ. നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയുള്ളത് നമ്മൾ സംസാരിക്കുക തന്നെ വേണമെന്നാണ് അവർ പറയുന്നത്. ഈവൺ അറ്റ് ദ റിസ്ക് ഓഫ് ബീങ് മിസ്അണ്ടർസ്റ്റുഡ്. അത് ആളുകൾ തെറ്റിദ്ധരിച്ചോട്ടെ. സോ ഈവൻ ദോ വി ഹാവ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട്. പിന്നെ റിയലൈസേഷൻ ത്രൂ ഇൽനെസ്. ഡ്യൂറിങ് 3 weeks ബിഫോർ സർജറി ലോർഡ് റിഫ്ലക്റ്റഡ് ഡീപ്ലി ഓൺ ഹെർ ലൈഫ് ആൻഡ് പ്രയോറിറ്റീസ്. അവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവർ സർജറിക്ക് 3 ദിവസം മുമ്പ് അവർ എന്ത് ചെയ്തു? ആലോചിച്ചു. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ആഴത്തിലുള്ള ആലോചനകൾ നടത്തി. ഓക്കെ, ഷീ ഡിസ്കവേർഡ് ഹെർ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് റിമൈനിങ് സൈലൻറ്റ്. അവൾ മനസ്സിലായത് നിശബ്ദമായിരുന്നതാണ് അവളുടെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്ന് അവൾ മനസ്സിലാക്കി. ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് സൈലൻസ് നെവർ പ്രൊട്ടക്റ്റഡ് ഹെർ. നിശബ്ദമായിരുന്നത് അവളെ സംരക്ഷിച്ചിട്ടില്ല. ഇറ്റ് ഓൺലി ഡീപ്പൻഡ് ഫിയർ. അത് അവളുടെ ഭയത്തെ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് അവൾ മനസ്സിലാക്കി. അവിടെയാണ് യുവർ സൈലൻസ് വിൽ നോട്ട് പ്രൊട്ടക്റ്റ് യു എന്ന കോട്ട് എംഫസൈസ് ചെയ്ത് വരുന്നത്.
ദ പവർ ഓഫ് സ്പീച്ച് ആൻഡ് ട്രൂത്ത്. സ്പീക്കിംഗ് ഔട്ട് കണക്ട്സ് പീപ്പിൾ, എസ്പെഷ്യലി വിമൻ, അക്രോസ് ഡിഫറൻസസ്. സ്ത്രീകൾ അവർ പരസ്പരം എന്തൊക്കെ തരം വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ തരം വ്യത്യാസങ്ങൾ ഉള്ള അവരായിക്കോട്ടെ, അവർ യഥാർത്ഥ സത്യം ഉറക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരുമിച്ച് ഉറക്കെ ശബ്ദിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാം, പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം കണക്ട് ചെയ്തിരിക്കാം. ത്രൂ ഷെയറിങ് എക്സ്പീരിയൻസസ് കമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രെങ്ത് ആർ ബിൽഡ്. എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിറ്റിയും സ്ട്രെങ്ത്തും ബിൽഡ് ചെയ്യപ്പെടുന്നത്. സൈലൻസ് ഐസൊലേറ്റ്സ് ബട്ട് ലാംഗ്വേജ് യുണൈറ്റ്സ്. നിശബ്ദമായിരിക്കുമ്പോൾ അത് പരസ്പരം എന്ത് ചെയ്യും, ഓരോരുത്തരെയും അകലത്തിലാക്കുകയും ഒരൊറ്റപ്പെടുത്തുകയും, പക്ഷേ നമ്മൾ ശബ്ദിച്ചാൽ, നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്താൽ നമ്മളെ അവർ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു. സ്പീക്കിംഗ് ട്രൂത്ത് ഹെൽപ്സ് ക്രിയേറ്റ് എ വേൾഡ് ഇൻ വിച്ച് എവരി വൺ ക്യാൻ ബിലോങ്. സത്യം പറയുന്ന ലോകത്ത്, സത്യം പറയുന്ന ലോകം എന്ത് ചെയ്യുന്നു, എല്ലാവരും ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് ഒറ്റ കുടുംബമാണ് അല്ലെങ്കിൽ ഒന്നാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫിയർ ആൻഡ് കറേജ്. ലോർഡ് അഡ്മിറ്റ്സ് ഷീ ഈസ് അഫ്രൈഡ്. അവൾ പറഞ്ഞു വെക്കുന്നുണ്ട് അവൾക്ക് ഭയമാണെന്ന്. ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, എക്സ്പോഷർ ആൻഡ് റിജക്ഷൻ. ജഡ്ജ് ചെയ്യപ്പെടുമോ, അവൾ എക്സ്പോസ് ചെയ്യപ്പെടുമോ, റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഫിയറൊക്കെ അവൾക്കുണ്ട് എന്നുള്ളത് അവൾ തുറന്നു പറയുന്നുണ്ട്. ബട്ട് ഫിയർ ഈസ് നോട്ട് എ റീസൺ ഫോർ സൈലൻസ്, ഇറ്റ് മസ്റ്റ് ബി ഫേസ്ഡ്. പക്ഷേ നിശബ്ദത എന്നുള്ളത് എന്തല്ല, ഒരു ഭയം എന്നുള്ളത് നിശബ്ദമായിരിക്കാനുള്ളൊരു കാരണമല്ല, പക്ഷേ അത് നമ്മൾ മുന്നിടണം, അത് നമ്മൾ ഫേസ് ചെയ്യാൻ വേണം. ഹെർ ഡോട്ടർ റിമൈൻസ് ഹെർ, ഇഫ് യു കീപ് ഇഗ്നോറിംഗ് ദ വേർഡ്സ് ഇൻസൈഡ് യു, വൺ ഡേ ദേ വിൽ പഞ്ച് യു ഇൻ ദ മൗത്ത് ഫ്രം ദ ഇൻസൈഡ്. അപ്പോൾ അവളുടെ മോളുടെ ഒരു വാക്കാണ് ഇവിടെ നമുക്ക് കാണുന്നത്. നിങ്ങളുടെ വാക്കുകളൊക്കെ ഇങ്ങനെ അകത്തിട്ട് കുഴിച്ചു മൂടിയാൽ, അകത്ത് ആക്കി ഇങ്ങനെ വെച്ചാൽ ഒരിക്കലും അതെല്ലാം നിൻ്റെ മുഖത്തടിക്കും, മുഖത്ത് പഞ്ച് ചെയ്യുമെന്നുള്ളതാണ് മെസ്സേജ്. സ്പീക്ക് ഈവൻ വെൻ അഫ്രൈഡ്. ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഭയപ്പാടുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ സംസാരിക്കണം. വിസിബിലിറ്റി ആൻഡ് സർവൈവൽ. ഇൻ അമേരിക്ക, ബ്ലാക്ക് വിമൻ ആർ ബോത്ത് ഹൈലി വിസിബിൾ ആസ് ടാർഗറ്റ്സ് ഓഫ് റേസിസം ആൻഡ് ഇൻവിസിബിൾ ത്രൂ സോഷ്യൽ റേഷൻ. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അമേരിക്കയിലെ സ്ത്രീകൾ, ബ്ലാക്ക് ആയിട്ടുള്ള സ്ത്രീകൾ അവർ റേസിസം എന്നുള്ള ഒരു സ്പെസിഫിക് സാധനത്തിനോട് അവരെപ്പോഴും എക്സ്പോസ്ഡ് ആണ്, അവരെപ്പോഴും റേസിസം ഫേസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ മീൻ ടൈം സോഷ്യൽ ഫ്രണ്ട് ലൈനിൽ നിന്ന് അവരെപ്പോഴും എന്ത് ചെയ്യുന്നു? ഇറേസ് ചെയ്യപ്പെടുന്നതാണ്, അവരെപ്പോഴും മാറ്റിനിർത്തപ്പെടുകയാണ്, ഇൻവിസിബിൾ ആണ്. വിസിബിലിറ്റി മേക്സ് ദം വൾണറബിൾ ബട്ട് ഓൾസോ ഗിവ് ദം സ്ട്രെങ്ത്. എത്രത്തോളമാണോ അവർ വിസിബിൾ ആവുന്നത്, അതാണ് അവർക്ക് സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. ടു സർവൈവ് ഒപ്രഷൻ വൺ മസ്റ്റ് എംബ്രേസ് ഐഡന്റിറ്റി ആൻഡ് സ്പീക്ക് ഔട്ട്. നമ്മുടെ അടിച്ചമർത്തലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ എംബ്രേസ് ചെയ്യുകയും അത് നമ്മൾ വിളിച്ച് പറയുകയും വേണം, നമ്മൾ ഉറക്കെ പറയുകയും വേണം. വി വർ നെവർ മെന്റ് ടു സർവൈവ്. നമ്മൾ സർവൈവ് ചെയ്യപ്പെടുന്ന ആൾക്കാരല്ല, നമ്മൾ ജീവിക്കേണ്ട ആളുകൾ തന്നെയാണെന്ന് പറയുന്നത്. ദ ക്വാൻസ പ്രിൻസിപ്പിൾസ്. ലോർഡ് കണക്ട്സ് ഹെർ ഐഡിയ ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാൻസ എന്ന പ്രിൻസിപ്പിൾസ് ടെസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള കൾച്ചറാണ് ക്വാൻസ. അപ്പോൾ അവരുടെ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് അവരുടെ ഐഡിയകൾ. ഉമോജ എന്ന് പറഞ്ഞാൽ യൂണിറ്റി. സ്റ്റേ അൺയുണൈറ്റഡ് ഇൻ സെൽഫ് ആൻഡ് കമ്മ്യൂണിറ്റി. വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലും എന്ത് ചെയ്യുക? ഒത്തൊരുമിച്ച് നിൽക്കാം. കുഞ്ചിച്ചാകൂലിയ. സെൽഫ് ഡിറ്റർമിനേഷൻ. ഡിഫൈൻ ആൻഡ് നെയിം അവർ സെൽഫ്. നമുക്ക് നമ്മുടെ സ്വയം എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. നമുക്ക് സ്വയം ഒരു നാമകരണം നൽകേണ്ടതുണ്ട്. ഉജിമ. കളക്റ്റീവ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ബിൽഡ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ടുഗദർ. നമ്മൾക്ക് പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നമ്മൾ സോൾവ് ചെയ്യണം, ഒരുമിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തണം. ദീസ് പ്രിൻസിപ്പിൾ റിഫ്ലക്ട് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഷെയർഡ് വോയിസ്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പവർ ഇതിനെ കാണിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒത്തൊരുമിച്ചാലുണ്ടാവുന്ന ശബ്ദത്തെ കാണിക്കുന്ന ഒരു വോയിസ് ആണ്. റെസ്പോൺസിബിലിറ്റി ടു സ്പീക്ക് ആൻഡ് ടീച്ച്. എവരി വൺ ഹാസ് എ റോൾ ഇൻ ട്രാൻസ്ഫോമിംഗ് സൈലൻസ് ഇൻ ടു ലാംഗ്വേജ് ആൻഡ് ആക്ഷൻ. നിശബ്ദതയെ ഭാഷയിലേക്കും അതുപോലെ തന്നെ പ്രവർത്തനത്തിലേക്കും മാറ്റുന്നതിൽ എല്ലാവർക്കും റോൾ ഉണ്ട് എന്നുള്ളതാണ്. റൈറ്റേഴ്സ് മസ്റ്റ് ക്വസ്റ്റ്യൻ ബോത്ത് വാട്ട് ദേ സേ ആൻഡ് ഹൗ ദേ സേ ഇറ്റ്. എന്താണ് അവർ പറയുന്നതെന്നും അവർ എങ്ങനെയാണത് പറയുന്നതെന്നും എഴുത്തുകാരൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചെയ്യണം. സൊസൈറ്റി എങ്ങനെയാണ് പറയുന്നതെന്നും എന്താണ് പറയുന്നതെന്നും എങ്ങനെയാണ് പറയുന്നതെന്നും ക്വസ്റ്റ്യൻ ചെയ്തേ മതിയാവും. We must also read and share the words of other women across race, sexuality and background. എന്ത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഏത് സെക്സ് ആയിക്കോട്ടെ, സെക്ഷുവാലിറ്റി ആയിക്കോട്ടെ, ഏത് റേസ് ആയിക്കോട്ടെ, ഏത് സ്ത്രീ ആയിക്കോട്ടെ, ഏതൊരാളുടെയും ശബ്ദങ്ങളെയും ഏതൊരാളുടെയും വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? വായിക്കുകയും ഷെയർ ചെയ്യുകയും വേണം. ലോർഡ് ക്രിറ്റിസൈസസ് എക്സ്ക്യൂസസ് ദാറ്റ് കീപ്പ് us ഡിവൈഡഡ്. നമ്മളെ പരസ്പരം ഡിവൈഡ് ചെയ്ത് വെക്കുന്ന എക്സ്ക്യൂസസ്, കാരണങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ ക്രിറ്റിസൈസ് ചെയ്യുന്നു. ട്രൂ ഗ്രോത്ത് കംസ് ഫ്രം ലിസണിങ് അക്രോസ് ഡിഫറൻസസ്. നമ്മൾ എന്തൊക്കെ തരം ഡിഫറൻസസ് ഉള്ള ആളുകളായിക്കോട്ടെ, പരസ്പരം
കേൾവിക്കാരാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യഥാർത്ഥ വളർച്ച ഉണ്ടാകുന്നത്. ദ ഡേഞ്ചേഴ്സ് ഓഫ് സൈലൻസ്. നിശബ്ദത. സൈലൻസ് കംസ് ഫ്രം ഫിയർ. നിശബ്ദത ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഫിയർ ഓഫ് ക്രിറ്റിസിസം, വിസിബിലിറ്റി ഓർ പെയിൻ. എങ്ങനത്തെ തരത്തിലുള്ള ഭയമാണ്? നമ്മൾ വിമർശിക്കപ്പെടുമോ, നമ്മൾ എക്സ്പോസ്ഡ് ആകുമോ, നമ്മൾ വിസിബിൾ ആകുമോ, അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിക്കപ്പെടുമോ എന്നുള്ള ഭയത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, നിശബ്ദത ഉണ്ടാകുന്നത്. ബട്ട് സൈലൻസ് ചോക്സ് us ആൻഡ് കീപ്സ് us ഫ്രം ട്രൂലി ലിവിങ്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് തന്നെ ഇത്തരം ഭയപ്പാടുകൾ നമ്മളെ തടയുന്നു. വി മസ്റ്റ് ലേൺ ടു സ്പീക്ക് ഈവൺ വെൻ അഫ്രെയ്ഡ്. ജസ്റ്റ് ആസ് വി കണ്ടിന്യൂ ടു വർക്ക് വെൻ ടയേർഡ്. നമ്മൾ എത്രത്തോളമാണോ നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നത്, അത്രത്തോളം തന്നെ നമ്മൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ സ്പീക്ക് ഔട്ട് ചെയ്യണം. എന്നാൽ എന്ത് ചെയ്യുള്ളൂ, നമ്മൾക്ക് സൊസൈറ്റിയിൽ ഒരു പ്ലേസ് ഉണ്ടാവുള്ളൂ. കോഡ് വൈൽ വി ലിവ് ഇൻ സൈലൻസ് ഫോർ ദ ഫൈനൽ ലക്ഷറി ഓഫ് ഫിയർലെസ്നെസ്. അവസാന സമയത്ത് നമുക്കൊരു നിർഭയത്വം ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മിണ്ടാതിരുന്നാൽ ഇറ്റ് വിൽ നോട്ട് ബി ഓക്കെ. ദ വെയിറ്റ് ഓഫ് ദാറ്റ് സൈലൻസ് വിൽ ചോക്ക് us. നമ്മുടെ അത്തരത്തിലുള്ള നിശബ്ദത, അത്തരം മിണ്ടാതിരിക്കൽ കൊണ്ടുള്ള ആ ഒരു കനം നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മളെ ശ്വാസം മുട്ടിക്കും, ചോക്ക് ചെയ്യും. ഇനി എന്താണ് അതിൻ്റെ സെൻട്രൽ മെസ്സേജ്? സ്പീക്കിംഗ് ഈസ് എൻ ആക്ട് ഓഫ് സർവൈവൽ ആൻഡ് റെസിസ്റ്റൻസ്. സംസാരിക്കുക അല്ലെങ്കിൽ തുറന്നു പറയുക എന്നുള്ളതാണ് സർവൈവലിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഒരു ആക്റ്റാണ്. സൈലൻസ് എന്താണ്? കോംപ്ലക്സിറ്റി ആൻഡ് ഡെത്ത്. കോംപ്ലക്സിറ്റിയും ഡെത്തും മരണവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വോയിസ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പര ബന്ധങ്ങളും ശക്തിയും കാണിച്ചു കൊടുക്കുക എന്നുള്ള അടയാളങ്ങളാണ്. ഡിഫറൻസസ് ഡസ് നോട്ട് ഡിവൈഡ് us, സൈലൻസ് ഡസ്. നമ്മൾ തമ്മിലുള്ള വൈജാത്യങ്ങൾ, വൈവിധ്യങ്ങൾ, വ്യത്യാസങ്ങൾ എന്നല്ല നമ്മളെ ഡിവൈഡ് ചെയ്യുന്നത്, മറിച്ച് നിശബ്ദതയാണ്. There are many silences to be broken and breaking them is the beginning of freedom. ഒരുപാട് നിശബ്ദതകൾ ഇനിയും പൊട്ടിക്കപ്പെടാനുണ്ട്. അത് പൊട്ടിക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തുടക്കം എന്നുള്ളതാണ്. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ്, പ്ലീസ് ഡു ഷെയർ ടു യുവർ ഫ്രണ്ട്സ് and do comment if you have any doubts. Subscribe to get the updates of the following videos that we are going to update. Thank you guys.